ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ യാത്ര ധനുഷ്കോടിയിലേക്കാണ്. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്ത് ഏകദേശം തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റത്താണിത്. ഇതിന് കിഴക്കു ഭാഗത്തെ സമുദ്രം ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്നും രാമേശ്വരം പട്ടണത്തിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം. ഇന്നിവിടെ മത്സ്യബന്ധന വ്യവസായത്തിന് പേരുകേട്ടതാണ്. പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന പ്രദേശമാണ് ധനുഷ്കോടി. 1964 ഡിസംബർ 22 മുതൽ 25 വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ 2024 ഡിസംബർ 26 നടന്ന സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല. വെള്ളം ചെറുതായി ഉയർന്ന ശേഷം പിന്നിലേക്ക് പോകുകയായിരുന്നു. ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം. രാമേശ്വരത്ത് എത്തുന്ന സഞ്ചാരികൾ അധികവും ധനുഷ്കോടിയിലും എത്താറുണ്ട്. 1964 ചുഴലിക്കാറ്റിൽ നശിച്ചുപോയ കെട്ടിടങ്ങളുടെയും മറ്റും ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രവേശന ഫീസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇവിടേക്ക് വരാം. ഫാമിലി ആയിട്ട് വരാൻ ഒരു അടിപൊളി സ്ഥലമാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടേക്കുള്ള എൻട്രൻസ്. അതുകൊണ്ട് തന്നെ നല്ല കിടു സൂര്യോദയവും അസ്തമയും കാണാം. രാമൻ സേതുബന്ധനം തീർത്ത രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. ധനുഷ്കോടിയിൽ വരുന്ന സഞ്ചാരികൾ സന്ദർശിക്കുന്ന മറ്റൊരിടമാണ് ധനുഷ്കോടിയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം. 1964 ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തപ്പോൾ അതിജീവിച്ച ഒരേ ഒരു ചരിത്ര ഘടനയാണ് കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം. ഹിന്ദു ദൈവമായ രാമന്റെ ആരാധനാലയമാണ് ഇത്. വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. രാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ, വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അമ്പലത്തിനുള്ളിൽ ഫോട്ടോ ആൻഡ് വീഡിയോസ് എടുക്കാൻ അനുവാദമില്ല കേട്ടോ. ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ധനുഷ്കോടി കാണാൻ പോയിരുന്നപ്പോൾ വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ചുഴലിക്കാറ്റിൽ നശിച്ച കെട്ടിട അവശിഷ്ടങ്ങൾ നമുക്ക് അപ്പോഴും ഇപ്പോഴും ഇവിടെ കാണാം. ഇന്ന് റോഡുകൾ പണിതും കച്ചവട സ്ഥാപനങ്ങളും സഞ്ചാരികളുടെ തിരക്കും അന്ന് കണ്ട ധനുഷ്കോടിയിൽ നിന്ന് ഒരുപാട് മാറ്റിയിരിക്കുന്നു. കടലിലെ വെള്ളം നീല പച്ച നിറത്തിൽ കാണാം. കടലിനേക്കാളും എന്നെ ആകർഷിച്ചത് ആകാശം തന്നെയാണ്. അന്ന് വന്നപ്പോൾ ശരിക്കൊരു പ്രേതനഗരം തന്നെയായിരുന്നു. ധനുഷ്കോടി ആ ഒരു ഫീല് തന്നായിരുന്നു. അന്ന് പ്രത്യേകം വാനിലോ ജീപ്പിലോ ആയിരുന്നു രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്ര. ഇതുപോലെ ഒരുപാട് സഞ്ചാരികളൊന്നും അന്ന് ഇല്ലായിരുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണലിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഇന്ന് നല്ല റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് പോയതിനേക്കാളും കുറച്ചുകൂടെ മുൻപിലേക്ക് റോഡ് പണിതിട്ടുണ്ട്. ഇപ്പോൾ വാനിലും ജീപ്പിലും മാത്രമല്ല, നമ്മുടെ സ്വന്തം വാഹനത്തിലും നമുക്ക് ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്യാം. ചെറിയ വാഹനങ്ങളാണ് കേട്ടോ, വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല. ധനുഷ്കോടിയുടെ മറ്റൊരു പ്രത്യേകത ഇന്ത്യ അവസാനിക്കുന്ന ഇടങ്ങളിൽ ഒരിടം കൂടിയാണ്. ഇന്ത്യയുടെ ഒരറ്റത്തുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശം. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തുന്നു. മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. ബൈ ഫ്രം ജിജി.